ഈ എൽ ഡി എഫ് വലിയ വികസനം നടത്തുന്നുണ്ട്, പക്ഷെ അതൊക്കെ വലിയ ചർച്ചയാക്കും ചില പരാമർശങ്ങൾ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എ കെ ബാലന്റെ പരാമർശം, ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് വഹിക്കും യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ. അപ്പൊ അത്തരം വിഷയങ്ങളിലൊക്കെ യു ഡി എഫ് ഭയങ്കര കേന്ദ്രീകരിച്ച് ഇടതുപക്ഷത്തെ ആക്രമിക്കുകയാണ്. കലാപം ഉണ്ടാകുമെന്ന് പറഞ്ഞതിന് കേസെടുക്കണമെന്നോ കെ ബാലൻ സാറിനെതിരെ കേസെടുക്കണമെന്നൊക്കെയാണ് ഇപ്പം ഒരേപോലെ കോൺഗ്രസ് നേതാക്കൾ കെ സി വേണുഗോപാൽ മുതൽ വി ഡി സതീശൻ വരെ പറയുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ വസ്തുതയാണ്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ പൊതുവേ ഞാൻ പറയാം, പൊതുവേ വികസനം ജനങ്ങളിലെത്തിക്കാനും പൊതുരാഷ്ട്രീയം പൊതുവെ നല്ല സംവാദത്തോടു കൂടി അവതരിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ഈ ബി ജെ പിയുമായുള്ള അലയൻസ് ആണ് ഈ പറഞ്ഞ പോലെ തന്നെ ബി ജെ പിയുടെ വളർച്ച. അതിനെ ചെറുതായി കാണാൻ വേണ്ടി പറ്റില്ലല്ലോ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണെങ്കിലും മിഷൻ ഈ പറഞ്ഞ പോലെ 34 എന്നുള്ളതാണ് അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളായിട്ട് അവർ മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് ബി ജെ പിയെ പ്രതിരോധിക്കുക? അല്ല, അത് നേരത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞാണ്. ബി ജെ പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ നഗരത്തിലതും മറ്റിടങ്ങളിലും വ്യത്യസ്തമാണ്. അത് പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ബി ജെ പിക്ക് വോട്ട് ഷെയർ വർദ്ധിക്കുകയല്ല, വോട്ട് ഷെയർ കുറയുകയാണ് ചെയ്തത്. പൊതുവേ നമ്മൾ എടുത്തു നോക്കിയാൽ പരിശോധിക്കാം. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തോ, തൊട്ട് മുമ്പത്തല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശേഷം ഒരു കൊല്ലം കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ്. ഒരേ ഒരു മുന്നണിക്ക് മാത്രമാണ് ഒരു കൊല്ലത്തിന് ശേഷം വോട്ട് കൂടിയിട്ടുള്ളത്. ഒരേ ഒരു മുന്നണിക്ക് മാത്രമാണ് വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടുള്ളത്, അത് എൽ ഡി എഫിനാണ്. അതൊരു വസ്തുതയാണ്. അപ്പോൾ അതേ പാറ്റേൺ ഇപ്പോൾ കോഴിക്കോട് ജില്ല എടുത്ത് നോക്കുക നിങ്ങൾ. 5% വോട്ടാണ് ലോക്സഭയേക്കാൾ എൽ ഡി എഫിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചത്. യു ഡി എഫിന് 6% വോട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത്. ഇതേ പാറ്റേണിൽ പോയാൽ ഇനിയും വോട്ട് ഷെയർ വർദ്ധിക്കും, സീറ്റും വർദ്ധിക്കും. ഇതൊരു വസ്തുതയാണ്. അപ്പോൾ ആ വിശ്വാസത്തിലാണ് എല്ലാ നിലയിലും ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. യു ഡി എഫ് പറഞ്ഞാൽ ബേപ്പൂരിൽ മത്സരിക്കാൻ തയ്യാറെന്നാണ് പി വി അൻവർ പറയുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെ കാണുന്നത്? കനകോലുവിന്റെ റിപ്പോർട്ടിൽ അല്ല, അത് പറയട്ടെ. അല്ല, അത് യു ഡി എഫ് ആണ് തീരുമാനിക്കേണ്ടത്. യു ഡി എഫിന് അതിൽ തീരുമാനിക്കാമല്ലോ. എൽ ഡി എഫ് സ്ഥാനാർത്ഥികളൊന്നും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. എൽ ഡി എഫ് കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റിലും വിജയിച്ചു വരും എന്നാണ് ഞങ്ങൾ കാണുന്നത്. ഓരോ മണ്ഡലത്തിലും ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് തീരുമാനിക്കേണ്ടത് അതാത് മുന്നണിയാണ്. യു ഡി എഫിന് തീർച്ചയായിട്ടും തീരുമാനിക്കാം. ജനാധിപത്യത്തിൽ ഏതൊരു പൗരനും എവിടെയും മത്സരിക്കാം. അത് യു ഡി എഫ് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിലിപ്പോൾ ഞാനിപ്പോൾ എന്ത് പറയാൻ, അവിടെ കോൺഗ്രസ് മത്സരിക്കണമെന്നും പറഞ്ഞിട്ട് ആദം മുൻഷിയുടെ പേരും അതുപോലെ മറ്റൊരാളുടെ പേരും രണ്ടുപേരുടെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എനിക്ക് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. എനിക്കറിയില്ല, ഞാൻ ഈ കനകോലൂനി അല്ലെങ്കിൽ അതിലും വലിയ കോലൂനിയും നോക്കിയിട്ടില്ല. ഞാൻ നാട്ടിലെ ജനങ്ങൾ, ഓട്ടോറിക്ഷ തൊഴിലാളി, മത്സ്യത്തൊഴിലാളി, കയർ തൊഴിലാളി, അതുപോലെ ഞാൻ പ്രതിനിധാന മണ്ഡലത്തിലെ സാധാരണ മനുഷ്യർ, വ്യാപാരികൾ, കർഷകർ, യുവജനങ്ങൾ, അവരായിട്ട് സംവദിച്ചിട്ടാണ് മുന്നോട്ട്. എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവം വെച്ച് സ്ട്രാറ്റജി ഈ ജനങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്നതാണ്. കനകോലും അല്ല ഏത് കോലും ആയാലും പബ്ലിക്കുമായിട്ടുള്ള ഇൻ്റർഫിയറൻസ് ആണ് പ്രധാനം. പബ്ലിക്കുമായിട്ട് എങ്ങനെ ഇടപെടുന്നു. നമ്മളൊരു ഷോക്ക് കേസിൽ അല്ല ഒരു ചില്ലിൻ്റെ ഉള്ളിലിരിക്കുകയാണെങ്കിൽ മനസ്സിലായി നമ്മളെ നമ്മൾ ചില്ലിൻ്റെ അതല്ല ഞാൻ പറയുന്നത്. ഒരു ചില്ലിൻ്റെ ഉള്ളിലിരിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല. നാട്ടിലെ ഞാൻ ഇപ്പോൾ രാവിലെ അങ്ങോട്ട് വരുമ്പോൾ തന്നെ എത്രയോ മനുഷ്യരെ കണ്ടിട്ട് സംസാരിച്ചിട്ടാണ് വരുന്നത്. അവരിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടാണ് ഏറ്റവും വലിയ കരുത്ത്. അപ്പോൾ അതാണ്. അപ്പോൾ അതുകൊണ്ട് പൊതുവേ നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു, ഞാൻ ഈ വ്യക്തിയെ ആക്ഷേപിച്ചിട്ടല്ല കേട്ടോ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായി ജോലി ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കഞ്ഞികുടി മുട്ടിക്കാൻ എന്തായാലും ഞാനില്ല. അദ്ദേഹം ജീവിച്ചു പോകുന്നത് അങ്ങനെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു റിപ്പോർട്ട് വെച്ച് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരിൽ ആഗ്രഹമുണ്ടാക്കി അവരിൽ ഭരണത്തിലെത്തുമെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ച് ഭരണത്തിലെത്തിയാൽ ചെയ്യാൻ പറ്റുന്ന പല സൗഭാഗ്യങ്ങളെക്കുറിച്ച് പഴയ ചരിത്രമൊക്കെ ഓർത്തുകൊണ്ട് പലതും ഓർത്തു പോകുമ്പോൾ ഇദ്ദേഹം ചോദിക്കുന്ന പൈസ ഒരു കൊടുക്കും. അത് കൊടുക്കാൻ കോടികളുണ്ടാകും. അതിന് മറ്റ് സംസ്ഥാനത്തെ സർക്കാരിൻ്റെ ഭരണം ഉപയോഗിച്ചുകൊണ്ട് കോടികൾ ഇറക്കാൻ പറ്റും. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ മോശമാക്കി നിങ്ങൾ പറയരുത്. കനകോലുവിനെ കോലു എന്ന് വിളിച്ചെന്ന് പറയരുത്. ഞാൻ പറഞ്ഞത് കനകോലു അല്ല ഏത് കോലു വിചാരിച്ചില്ല. അവരവരുടെ കഞ്ഞികൂടി മുട്ടുന്ന ഒരു പണിക്ക് ഞാനില്ല. അത് അവർ നാളെ പറയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർ നാളെ വേറെ ഏതെങ്കിലും മുന്നണിയുടെ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് പോവും, കൺസൾട്ടൻ്റ് ആയിട്ട് പോവും. അവരെ സംബന്ധിച്ചിടത്തോളം സൗജന്യമായിട്ട് ചെയ്യുന്നതല്ല. കോൺഗ്രസിൻ്റെ ആദർശത്തിൻ്റെ ഭാഗമായിട്ടാണോ കനകോലു പണിയെടുക്കുന്നത്? അല്ലല്ലോ. കോൺഗ്രസിൻ്റെ ആദർശത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത് താഴെത്തട്ടിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളവരാണ്. ഇടതുപക്ഷത്തിൻ്റെ ആദർശത്തിൻ്റെ ഭാഗമായി, ഇടതുപക്ഷം ഉയർത്തുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണ്. ആ പ്രവർത്തകരുടെ ഏത് മുന്നണി ആയിക്കോട്ടെ, ആ പ്രവർത്തകരുടെ പ്രവർത്തന അനുഭവത്തിലും വലിയൊരു ഉരുത്തിരിഞ്ഞ് വരുന്ന സ്ട്രാറ്റജിയേക്കാൾ വേറെ എന്ത് സ്ട്രാറ്റജി ഉള്ളത്?
അപ്പോൾ അതാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന കാര്യം. അപ്പോൾ അത് പൊതുവേ നമ്മൾ അങ്ങനെയാണ് പൊതുവേ കാണുന്നത്. അതുകൊണ്ട് ആരെയും കഞ്ഞൂടി മുട്ടിക്കാൻ ഞാനില്ല. പോലും യു ഡി എഫിന്റെ സ്ട്രാറ്റജി തീരുമാനിക്കുമ്പോൾ എൽ ഡി എഫിന്റെ സ്ട്രാറ്റജി തീരുമാനിക്കുന്നത് വെള്ളാപ്പള്ളിയാണ് എന്നുള്ള ഒരു പൊതു വിമർശനം കൂടി ഉയർന്നു വരുന്നുണ്ട്. അല്ല, വിമർശനം ഉന്നയിക്കാൻ ജനാധിപത്യത്തിൽ ആർക്കും അവകാശം, അതിൽ ഒന്നും തെറ്റ് പൊതുവെ പറയാൻ യു ഡി എഫിനെ ആരെ വേണമെങ്കിലും സ്ഥാനാർത്ഥിയാക്കാം, എവിടെ വേണമെങ്കിലും അത് അവരുടെ അത് യു ഡി എഫിൻ്റെ 140 മണ്ഡലത്തിലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാവണം എന്ന് തീരുമാനിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശം പൂർണ്ണമായി യു ഡി എഫിനല്ലേ ഉള്ളത്. അത് നമ്മളിപ്പോൾ എന്തിനാ അതിലൊക്കെ ഇങ്ങനെ വെറുതെ കയറി അഭിപ്രായം പറയുന്നത്? അല്ല, 110 സീറ്റ് അത് ആണ് ലക്ഷ്യം. മിഷൻ 110 അതാണ് സ്പെഷ്യൽ ക്യാബിനറ്റിൽ ഞങ്ങൾ ഓരോ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ നിന്നും ബോധ്യപ്പെട്ട് തീരുമാനമായ കാര്യം. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും എല്ലാ ശ്രമവും നടത്തി. ഇലക്ഷൻ പ്രവർത്തനം ബേപ്പൂർ തുടങ്ങിയോ? ഇലക്ഷൻ പ്രവർത്തനം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ബേപ്പൂരിൽ ഒരു വെല്ലുവിളി ഉണ്ടോ? കോഴിക്കോട്ടെ 13 സീറ്റിലും വെല്ലുവിളിയില്ല. നിങ്ങൾ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് 13 അന്ന് കോഴിക്കോട് ജില്ലയിലെ 4 സീറ്റിൽ മാത്രമേ എൽ ഡി എഫിന് ലീഡുള്ളൂ. 4 സീറ്റ്. 2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് അന്നും ഭൂരിപക്ഷ സീറ്റ് യു ഡി എഫിന് ലീഡാണ്. പക്ഷേ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13 10 സീറ്റിൽ എൽ ഡി എഫ് ജയിച്ചു. കോഴിക്കോട് സൗത്തും തിരുവമ്പാടിയും കയ്യിൽ നിന്ന് ഇങ്ങനെ പോയതാണ്. അല്ലെങ്കിൽ അത് 12 സീറ്റാകും. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ പൊതുവേ പറയുന്നൊരു കാര്യം, ഞങ്ങളൊന്നും കൂടി അലർട്ടാവാൻ ഇത് കാരണമായി, ഒന്നും കൂടി ഉഷാറായിട്ട് ഇറങ്ങുക. കാരണം ഇതാ കോഴിക്കോട് പിടിച്ച് കനകോല് പറഞ്ഞ് കനകോലിൻ്റെ റിപ്പോർട്ട് ഇതാ. അപ്പോൾ കനകോലു സിന്ദാബാദാണ്. രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഒന്നുമല്ല ഇപ്പോൾ സിന്ദാബാദ്, കനകോലു സിന്ദാബാദാണ്, രാഹുൽ ഗാന്ധിയല്ല. അപ്പോൾ കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ കോഴിക്കോട് ഇത്ര സീറ്റ് കിട്ടുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രതീക്ഷയിലാണ് പലരും നിൽക്കുന്നതെങ്കിൽ എൽ ഡി എഫിൻ്റെ പ്രവർത്തകരായ ഞങ്ങളൊക്കെ തന്നെ ജനങ്ങളുമായി ഇടപെട്ടതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പറയുന്നത് 13 സീറ്റും കോഴിക്കോട് ജില്ലയിൽ എൽ ഡി എഫ് വിജയിക്കും. അപ്പോൾ ഇനി പോരെ, ഞാൻ അവിടെ ഒരു വാക്യം പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശനം തുടർഭരണം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് അഭിപ്രായപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ബാക്കി അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ശരിയാണെന്നോ അല്ല, അതൊക്കെ നേതൃത്വം പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്.